നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ സുരേഷ് ഗോപി 20,000-ന് മുകളിൽ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന ബിജെപിയുടെ അനൌദ്യോഗിക വിലയിരുത്തൽ. അനൌദ്യോഗികമായി പാർട്ടി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് നല്ല വോട്ടുകൾ കിട്ടുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളിൽ എല്ലാ മതങ്ങളിലും പെട്ട സ്ത്രീ വോട്ടർമാരുണ്ട്, ക്രിസ്ത്യൻ വോട്ടർമാരുമുണ്ട്. പരമ്പരാഗതമായി UDF-നും LDF-നും കിട്ടിക്കൊണ്ടിരുന്ന നായർ ഈഴവ വോട്ടുകൾ ഉണ്ട് എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ BJP-യുടെ ഒരു ബേസ് വോട്ടും ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കണക്കുകൂട്ടൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു 20,000-നും 25,000-നും ഇടയിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി വിജയിക്കും എന്നാണ് പ്രതീക്ഷ. തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. തൃശൂരിന്റെ മനസ്സു നിറഞ്ഞ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. ജനങ്ങൾ സമ്മാനിച്ച സമ്മതിദാനം പെട്ടിയിലുണ്ട് എന്നും ജൂൺ 4 വരെ കാത്തിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രോസ് വോട്ടിംഗ് ആരോപണം വ്യാകുലപ്പെടുത്തുന്നില്ല എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. സമ്പാദിക്കാനല്ല താൻ രാഷ്ട്രീയത്തിൽ കയറുന്നത്, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും താനെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം തൃശ്ശൂർ വളരെയേറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. BJP സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒരു തോൽവി വീണ്ടും ഏറ്റുവാങ്ങാനാണ് പോകുന്നത് എന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നത്. അതിൽ പറയുന്നത് സുനിൽകുമാറിന് വിജയ സാധ്യത ഏറെ എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റൊന്ന്, തിരുവനന്തപുരത്ത് A ക്ലാസ് മണ്ഡലവും കൂടി, BJP-യുടെ മറ്റൊരു A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആദ്യ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഏറെയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ 20 മുതൽ 25,000 വരെയുള്ള ഭൂരിപക്ഷത്തിന്, വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തൽ കൂടി വരുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ താൻ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും, അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നടക്കമുള്ള പ്ലാനുകൾ സുരേഷ് ഗോപിക്ക് ഇപ്പോഴേ ഉണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി. എന്തായാലും തനിക്ക് ഏറെ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രവചനം അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണം എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് ജൂൺ 4 വരെ മാത്രമേ കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോവുക എന്നത്.